പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവ സ്നേഹത്തിലും കർത്താവിനോടുള്ള ബഹുമാനത്തിലും നമ്മളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വളർത്തുന്നതിന് ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ വായിച്ചു വരുന്ന ധ്യാനിച്ചു വരുന്ന എവൻഗേലിയൻ ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയായ സമയോ ഞായർ, കുരുടന് സൗഖ്യമാക്കിയ ഞായറാഴ്ച എന്നാണ് പിതാക്കന്മാർ ഇതിന് പേര് നൽകിയിരിക്കുന്നത്. വിശുദ്ധ നോമ്പിലെ ഓരോ ഞായറാഴ്ചകളും നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്നേഹം വെളിപ്പെടുത്തുന്ന വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത്. യേശു ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി വളർന്നു, ദരിദ്രനായി ജീവിക്കുന്നു. പക്ഷേ തൻ്റെ പിതാവിൻ്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യക്കാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി. പൗലോസ്ലീഹയുടെ വാക്കിൽ പറഞ്ഞാൽ അവൻ ദരിദ്രർക്ക് വാരി വിതറി നൽകിയെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ വായിച്ച് കടന്നു പോകുന്നത്. കുരുടനെ സൗഖ്യമാക്കിയ ഞായറാഴ്ചയുടെ വായനകളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ സന്ധ്യയുടെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 35 വരെ വാക്യങ്ങളും, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിൻ്റെ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെ വാക്യങ്ങൾ വായിക്കാനും ധ്യാനിക്കുവാനുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് പഴയ നിയമ വായനകൾ ആവർത്തന പുസ്തകം 25-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ 26-ാമത്തെ അധ്യായം 5 വരെ വാക്യങ്ങളുമാണ്. രണ്ടാമത്തെ വായന ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളാണ്. മൂന്നാമത്തെ വായന ഹസ്കിയേൽ പ്രവചനം 13-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങളാണ്. ലേഖനങ്ങൾ 1 പത്രോസ് 4-ന്റെ 12 മുതൽ 19 വരെ വാക്യങ്ങൾ, റോമാലേഖനം 14-ാം അധ്യായം 10 മുതൽ 23 വരെ വാക്യങ്ങളുമാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെ വാക്യങ്ങളും 12-ാം അധ്യായം 22 മുതൽ 28 വരെ വാക്യങ്ങളുമാണ്. ഇത്രയും വായനകൾ നമുക്ക് പ്രാർത്ഥിച്ച് ഒന്ന് ധ്യാനിച്ച് കടന്നു പോകാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ദൈവവചനം നിങ്ങളോട് പങ്കുവെക്കുവാൻ ദൈവകൃപ ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൗഖ്യ വായനകൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും സൗഖ്യത്തിന് കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്ധ്യയുടെ വായന നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 39 വരെ വാക്യങ്ങളും, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ വാക്യങ്ങളുമാണ്. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയെ കണ്ട് ജനം പറയുന്ന ഭാഗം. സങ്കീർത്തനം 40-ന്റെ 5-ൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു.
അങ്ങേക്ക് തുല്യനായ ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ആദ്യമേ തന്നെ വായിക്കുന്നത് ഒരു ഊമനെ, പിശാച് ബാധിതനായ ഒരു ഊമനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതാണ്. ആ സമയത്താണ് ജനം പറയുന്നത് ഇസ്രായേൽ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ പരീശന്മാർ പറയുകയാണ് ഇത് പിശാചിൻ്റെ തലവനായ ബേൽസെബൂബിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഇത് ഉപേക്ഷിക്കുന്നത് എന്ന് പറയുകയാണ്. അവർക്ക് യേശുവിനോട് ശത്രുതയാണ്. പരീശന്മാരാണ് ഇത് പിശാചിനെ കൊണ്ടാണ് അല്ലെങ്കിൽ ദേവനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത്. യവന ദൈവഗണത്തിൽ അല്ലെങ്കിൽ യവന ദേവന്മാരുടെ ഇടയിൽ സൗഖ്യദേവൻ എന്നറിയപ്പെടുന്ന അസ്കേപ്പിയൂസ് എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്. ഈ അസ്കേപ്പിയൂസ് ദേവൻ ഒരുപാട് രോഗശാന്തികൾ നടത്തിയിരുന്നു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷ കാലത്ത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഈ പരസ്യ ജീവിതകാലത്ത് അങ്ങനെ ദേവന്മാർ മനുഷ്യരെ സൗഖ്യപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഇവർക്ക് ഈ ദേവഗണങ്ങളിൽപ്പെട്ട അവരുടെ ആത്മാവാണ് യേശുവിൽ വ്യാപരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ എളുപ്പമാക്കി തീർത്തു. നമുക്കൊരാളോട് ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുവിനെ നശിപ്പിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നാം ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ടാണെന്ന് നമ്മൾ പറയും. അങ്ങനെ യേശുവിൻ്റെ നന്മ കാണുവാൻ ഈ പരീശന്മാർക്ക് കഴിയുന്നില്ല. അവർക്ക് യേശുവിനെ തിന്മയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനാണ്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് മോശമായത് പറയുവാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. നമുക്ക് നന്മ കാണുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കളിൽ നന്മ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇവർക്ക് യേശുവിൽ ഒരു നന്മയും കാണുവാൻ കഴിയുന്നില്ല. സാധാരണ മനുഷ്യർ പറയുന്നു ഇത് ഭയങ്കര അത്ഭുതമാണ്, ഇത് ഇസ്രായേലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ഇതുവരെ. അവരുടെ നേതാക്കന്മാർക്കാർക്കും ഇതുപോലെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് മാത്രമാണ്. യേശുക്രിസ്തു ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. അവരത്രമാത്രം യേശുവിനെ വെറുത്തു. യേശുവിനെ അവരെ മനസ്സിലാക്കുന്നില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35 അധ്യായം 3 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല,
അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. ഇതൊക്കെ ദൈവം തൻ്റെ പുത്രനിലൂടെ ലോകത്തിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കുവാനുള്ള കഴിവ് അവർക്കില്ല. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. അത്ഭുതം കണ്ടു ആശ്ചര്യപ്പെട്ടുകൊണ്ട് മാത്രമായില്ല, യേശു ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. രണ്ടാമത് അവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എറിഹോയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തിമ്മായുടെ പുത്രനായ ബർത്തിമായി എന്ന കുരുടൻ വഴിയരികിൽ ഭിക്ഷയാച്ചു കൊണ്ടിരുന്നിരുന്നു. നസ്രത്തുകാരൻ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. ഈ ഭാഗം തന്നെയാണ് ഏവൻഗേലിയോൻ നമ്മൾ വായിക്കുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. സന്ധ്യാവായനയിൽ നിന്ന് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഏവൻഗേലിയൻ ഭാഗത്ത് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സന്ധ്യാവായനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? യേശുക്രിസ്തു ദൈവത്തിൻ്റെ അത്ഭുതമുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ചൊരിഞ്ഞു. യേശു ദരിദ്രനായി ജനിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശു ദരിദ്രനായി വളർന്നു, ദരിദ്രനായി ജീവിച്ചു. എന്നാൽ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ നിന്ന് ഫിലിപ്പിയർ 4:19 പറയുന്ന പോലെ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ധാരാളമായി ഈ ദൈവജനത്തിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഒന്നുകൂടി നമുക്ക് പറയാം, ദൈവമായ കർത്താവ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ഇതൊരനുഭവമാണ് പ്രിയമുള്ളവരെ. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയാൽ എണ്ണാനാവാത്ത വിധം നന്മകൾ അനുഭവിച്ചവരാണ് നമ്മൾ. പക്ഷെ നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്, നന്ദി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ വന്ന് നൽകിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള നന്മകളെ ഓർത്തൊന്ന് ആശ്ചര്യപ്പെടാൻ, അത്ഭുതപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പുരുഷാരം ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിൽ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ അഭയപ്പെടുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. മാത്രമല്ല അവർ മറ്റുള്ളവരെ ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് അടുത്ത വായനയിലേക്ക് പോകാം. പ്രഭാതത്തിൻ്റെ വായന. പ്രഭാതത്തിൻ്റെ വായനയിൽ നമ്മൾ സങ്കീർത്തനം 118 16-17 വായിക്കുന്നു. ആരുടെ പ്രഭാതത്തിൻ്റെ വായന സങ്കീർത്തനം 118 16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് പ്രഭാതത്തിൻ്റെ വായനയിലേക്ക് കടക്കാം. കർത്താവിൻ്റെ വലത്തുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഇതാണ് നമ്മൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ധ്യാനിക്കേണ്ട വിഷയം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെ വാക്യങ്ങൾ ഇത് സംസാരിക്കുന്നത് ഈ വചനമാണ്. കർത്താവിൻ്റെ വലത്തുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം
1 മുതൽ 41 വരെ വാക്യങ്ങൾ, നീണ്ടൊരു വേദഭാഗമാണത്. അവിടെയും ഈ രോഗിയെ സുഖമാക്കുന്നതാണ്, അല്ലെങ്കിൽ കുരുടനായ ഈ മനുഷ്യനെ സുഖമാക്കുന്നതാണ്. അതിന് 9-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ശിഷ്യന്മാർ അവനോട്, ഗുരു, ഇവൻ കുരുടനായി ജനിപ്പാൻ തക്കവണ്ണം പാപം ചെയ്തതാര്? ഈ മനുഷ്യൻ കുരുടനായി ജനിക്കുവാൻ തക്കവണ്ണം പാപം ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ ആരുടെ പാപം മൂലമാണ് ഇവൻ കുരുടനായി പിറന്നത്? യേശു അതിന് മറുപടി പറയുന്നത്, ഇവൻ്റെ പാപവുമല്ല, ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപവുമല്ല, ദൈവഹിതം അല്ലെങ്കിൽ ദൈവമഹത്വം ഇവനിൽ നിറവേറുന്നതിന് വേണ്ടിയാണ്. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഇവനിലോ ഇവൻ്റെ മാതാപിതാക്കന്മാരിലോ പാപമില്ല എന്നല്ല യേശു പറഞ്ഞത്. ഈ കാഴ്ചയില്ലായ്മ ഇത് പാപത്തിൻ്റെ ഫലമല്ല, ഇത് ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടിയാണെന്ന് പറയും. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യമാണ് അവർക്കത് ചോദിക്കുവാൻ കാരണമായത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ, 20-ാം അധ്യായത്തിലാണ് കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത്, 10 കൽപ്പനയിൽ. അപ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അതാണ് അവരങ്ങനെ ചോദിക്കാൻ കാരണം. ഇത് ഇവരുടെ മാതാപിതാക്കന്മാരുടെ പാപം മക്കളിലേക്ക് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. നിയമാവർത്തനം 5:9. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, എന്നാൽ നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറകൾ വരെ മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. വിഗ്രഹാരാധനയെക്കുറിച്ചാണ് അവിടെ ആരംഭിക്കുന്നത്. വിഗ്രഹാരാധന നടത്തിയാൽ ദൈവത്തിന് ഒട്ടും സഹിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. പത്രോസിനെ ഒരു പാമ്പ് കടിച്ചപ്പോൾ, പൗലോസ്ലീഹായെ പാമ്പ് കടിച്ചപ്പോൾ, ദ്വീപിൽ വെച്ച് പാമ്പ് കടിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവൻ പാപിയാണ്, ഇവനെ നീതിദേവി വെറുതെ വിടുന്നില്ല എന്ന് പറയുന്നുണ്ട്. 28-ാം അധ്യായത്തിന് 4. പാമ്പ് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യനൊരു കൊലപാതകയാണെന്നതിന് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പാപത്തിൻ്റെയോ നമ്മുടെ പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നത് ഉണ്ട്. എന്നാൽ ദൈവം അത് മാറ്റി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ, തെറ്റുകളും കുറ്റങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്,
എന്നാൽ കുറ്റവാളിയുടെ നേരെ തലമുറകളിലേക്ക് പാപങ്ങൾ കടന്നു പോകുന്ന അനുഭവമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവം അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് നിയമാവർത്തന എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഈ പാപത്തിൽ നിന്ന് തലമുറകളെ ശിക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നു. ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിന് അവരവർ കുറ്റക്കാരെന്ന് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അത് മൊത്തം നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് നല്ല ഒരു അറിവ് കിട്ടും. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ. ഇന്ന് പലരും അങ്ങനെ പറയാറുണ്ട്, കാരണന്മാർ അല്ലെങ്കിൽ പൂർവികർ പാപം ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ ശിക്ഷയൊക്കെ ഞങ്ങൾ അനുഭവിക്കുകയാണ്. തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കും. പക്ഷേ പാപത്തിന് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ദൈവം പറയുന്നത്. അവനവൻ മാനസാന്തരപ്പെട്ടാൽ അത് പരിഹാരമായി പ്രായശ്ചിത്തമായി മാറുമെന്ന് പറയുന്നു. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. ആരും മറ്റൊരാൾക്ക് വേണ്ടി തിന്മ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. അങ്ങനെ ഒരു പഴമൊഴി ഇനി ഇസ്രായേലിൽ ആവർത്തിക്കുകയില്ല. മാത്രമല്ല, നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ് 13:2 അവിടെ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയേക്കാൾ കൂടുതൽ പാപികളായിരുന്നുവോ എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. ഗലീലാക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം കുറച്ച് ആളുകളെ പീലാത്തോസിൻ്റെ അധികാരം ഉപയോഗിച്ച് രക്തം ചിന്തി ബലി നൽകി എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അത് ആരുടെ പാപം കൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് അവരുടെ മുന്നിൽ. ഇപ്പോഴാണ് യേശു ചോദിക്കുന്നത്, ഇത് ഇവരെക്കാളൊക്കെ പാപികളായ അവരെക്കാളൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നവരെക്കാൾ കൂടുതൽ പാപം അവർ ചെയ്തിട്ടാണോ? ഇല്ല, ഒരിക്കലുമല്ല. അങ്ങനെ ഒരാളുടെ പാപത്തിന് വേറൊരാൾ ശിക്ഷ ഏൽക്കേണ്ട ആവശ്യമില്ല. അവനവൻ തന്നെയാണ് ആ ശിക്ഷ ഏൽക്കേണ്ടതായിട്ട് വരുന്നതെന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചു വന്നത് അവരുടെ ചോദ്യം ഇതാണ്: ഇവർ പാപം ചെയ്യുന്നത് ആര് മുഖാന്തരമാണ്, അല്ലെങ്കിൽ ആര് കാരണമാണ്? യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യെശയ്യാ പ്രവചനം 65 അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. 65-ന്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും. അപ്പം ഇങ്ങനെ നമ്മൾ പ്രവാചകനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യെശയ്യാ പ്രവാചകൻ വരെ ദൈവം പറഞ്ഞു ഇത് പകരമാകും, അല്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ട വരുമെന്ന്. എന്നാൽ എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നു ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്, ഇതിന് മറ്റാരും കണക്ക് കൊടുക്കേണ്ടതില്ല. ഹല്ലേലൂയ.
യേശുവേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലെല്ലാം അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. അത് ഇപ്പോൾ ഞാൻ വായിച്ച ഭാഗം എസ്കേൽ പ്രവചനം 33 അധ്യായം 10 മുതൽ വാക്യങ്ങളാണ്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലെല്ലാം അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവിൻ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ തൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയില്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. ഞാൻ നീതിമാനോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ച് തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നീതിനിഷ്ഠമായ ഒരു പ്രവൃത്തിയും ഞാൻ ഓർക്കുകയില്ല. അവൻ തൻ്റെ ദുഷ്കൃത്യത്തിൽ തന്നെ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയുമില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ തീർച്ചയായും ജീവിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് ഇവനെ സുഖപ്പെടുത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനു വേണ്ടിയാണ് ലോകത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട വേദഭാഗം ആരുടെ പാപമാണെന്നുള്ള ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി, ഇവൻ്റെ ഈ രോഗാവസ്ഥയ്ക്ക് ആരും പാപത്തിൻ്റെ ഭാഗമല്ല, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത്. ഒരിക്കൽ കൂടെ പറയട്ടെ, ഇവനും ഇവൻ്റെ മാതാപിതാക്കന്മാരും പാപികളല്ല എന്നല്ല പറഞ്ഞത് ഈ രോഗത്തിന്, ഈ ഇല്ലായ്മയ്ക്ക്, ജന്മന അന്ധനാണല്ലോ, ഈ കാഴ്ചയില്ലായ്മയ്ക്ക് കാരണം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇത് പാപത്തിൻ്റെ അല്ല. പാപം അവരിലുണ്ട്, അതെല്ലാം അവർ മാനസാന്തരപ്പെടണം എന്നുള്ളത് തിരിച്ചറിവാണ്. വീണ്ടും 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മളോട് കൃത്യമായി പറയുന്നൊരു സന്ദേശമുണ്ട്. ലോകത്തിലായിരിക്കുമ്പോൾ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് സത്യത്തിൽ പുരോഹിതന്മാർക്കും സുവിശേഷകർക്കും സഭാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിലൊക്കെ ഒരു മുദ്രാവാക്യമായി മാറണം. എന്താണ്? ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. പകലായിരിക്കുവോളം തൻ്റെ പ്രവൃത്തികൾ, തന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ നിറവേറ്റുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർണ്ണമായി നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വീണ്ടും പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയം ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ, തുടർന്ന് അങ്ങോട്ട് നാളത്തെ ദിനം ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിക്കാം. പാപം ചെയ്യരുത് എന്ന് ദൈവം പറയുന്നു.
എന്നാൽ ചില രോഗങ്ങളും ചില സങ്കടങ്ങളും ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം തെളിയുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചോദ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് തിരിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാഴ്ച കിട്ടിയ മനുഷ്യൻ യേശുക്രിസ്തുവിനെ സാക്ഷിയായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ മാതാപിതാക്കന്മാർ ജനത്തെ ഭയന്നിട്ട് ഇവന് കാഴ്ച കൊടുത്തത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, അവനോട് തന്നെ ചോദിക്കുക എന്നും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെക്കാൾ അധികമായി മറ്റൊന്നിനെയും നമ്മൾ ഭയപ്പെടരുത്. ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിന് കാഴ്ചയില്ല, കണ്ണേയില്ല, കണ്ണ് കുഴിയിൽ പോയിരിക്കുന്നു, ആ ഭാഗം ഒരു കുഴി മാത്രമാണ്, കണ്ണേ ഇല്ല എന്നുള്ള അനുഭവത്തിൽ, അങ്ങനെയാണ് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഈ മനുഷ്യന് കണ്ണ് പോലും ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു കുഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവം ചേറ് കുഴച്ച് അവന് കണ്ണുണ്ടാക്കി കൊടുത്താണ് കാഴ്ച പ്രാപിച്ചതെന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. അത്രമാത്രം ബീഭത്സമായ ഒരു അനുഭവത്തിൽ നിന്ന് കാഴ്ച കിട്ടിയപ്പോൾ ആ മാതാപിതാക്കന്മാർ ധൈര്യമായി നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ അവർക്ക് അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. എന്നാൽ ദൈവകൃപയാൽ ആ കാഴ്ച കിട്ടിയ മനുഷ്യൻ കർത്താവിന് വേണ്ടി നിലകൊണ്ടു. അവൻ കാഴ്ച കൊടുത്ത യേശു പാപിയാണെന്ന് പരീശന്മാർ അവനോട് തർക്കിച്ച് പറയുകയാണ്. അതുകൊണ്ട് നീ ദൈവത്തെ മാത്രം വിളിക്കുക എന്ന് പറയുമ്പോൾ ആ കുരുടനായ മനുഷ്യൻ ആയിരുന്നവൻ പറയുകയാണ്, പാപിയാണോ എന്നും എനിക്കറിയില്ല, ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച കിട്ടി എന്നുള്ളതറിയാം. അവൻ ശക്തമായി തന്നെയാണ് മറുപടി പറയുന്നത്. നിനക്ക് എന്ത് കാഴ്ച കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ വീണ്ടും അവർ ആക്ഷേപപരമായിട്ട് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയുന്നുണ്ട്, എന്ത്, ഞാനതൊരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനിയും അവൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ച് അവരോട് യേശുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നന്നായി സംസാരിക്കുകയാണ്. എൻ്റെ കണ്ണുകളെ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇത് ആശ്ചര്യം തന്നെയാണെന്ന് അവൻ പറയുകയാണ്. ദൈവം പാപികളുടെ വിളിയൊക്കെ ചെവി കൊള്ളുകയില്ലെന്നും തന്നെ ആശ്രയിക്കുകയും തൻ്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവനെയാണ് ചെവിക്കൊള്ളുന്നതെന്ന് നമുക്കറിയാം. കുരുടനായി ജനിച്ചവൻ്റെ കണ്ണുകൾ ആരും തെളിയിച്ചതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവസംബന്ധി അല്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരീശന്മാർ പിന്നെയും തർക്കിക്കുകയാണ്. നീ അശേഷം പാപത്തിൽ ജനിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? നീ ഫുള്ള് പാപിയാണെന്ന് പറയുകയാണ്, എന്നിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഇത്ര ദാഷ്ട്യമൊന്നും ഒരാളുടെയും ജീവിതത്തിൽ പാടില്ല. ഇത്രയും നന്മ കണ്ടിട്ട് ഒരു നല്ല വാക്കെങ്കിലും പറയുവാനായിട്ട് കഴിയേണ്ടതിന് പകരം ഒരാളെ ഇത്രമാത്രം ഇല്ലായ്മ ചെയ്യുവാൻ, അത്രമാത്രം വൈരാഗ്യം കയറുവാൻ, അത്രമാത്രം ശത്രുത കയറുവാൻ എന്ത് കാരണമുണ്ടായി? തങ്ങളുടെ അധികാരം പോകുമെന്നുള്ള ചിന്തയിലോ തങ്ങൾ വലിയവരാണെന്നുള്ള ഭാവത്തിലിരുന്നതിന് ഇടിവ് സംഭവിക്കുമെന്ന് വിചാരിച്ചതുകൊണ്ടോ? യേശുവിനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഈ കാഴ്ച കിട്ടിയ മനുഷ്യനെ അവർ പുറത്താക്കി. ആ സമയത്ത് യേശു എന്ന് അവനെ സഹായിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? സൗഖ്യം പ്രാപിച്ചവൻ, കർത്താവേ അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശുമ്പുരാൻ അവനോട്, നീ അവനെ കണ്ടുവല്ലോ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവൻ എന്ന് പറഞ്ഞു. അവനാകട്ടെ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീണ് വന്ദിച്ചു. അനന്തരം യേശുദമ്പുരാൻ, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിപ്പാനും കാഴ്ചയുള്ളവർ കുരുടരാകുവാനും വേണ്ടി ഈ ലോകത്തിന് നീ വിധി കൽപ്പിക്കുവാനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന പരീശന്മാർ ചിലർ ഇത് കേട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരായിരുന്നുവോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പാപം
നമ്മൾ നിലനിൽക്കാൻ ഇടയാകാതെ ഈ പരിശുദ്ധ നോമ്പിൽ നന്നായൊന്ന് പ്രാർത്ഥിച്ച്, നന്നായൊന്ന് എളിമപ്പെട്ട്, നല്ലൊരു സത്യകുംഭസാരം നടത്തി പാപങ്ങളെ ഉപേക്ഷിച്ച് ഉൾക്കാഴ്ചയുള്ള മക്കളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. പിറവിക്കുറിന് കാഴ്ചകൾ കൊടുത്ത കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവ്യാധി പിടിച്ച് നശിച്ച ഉൾക്കണ്ണുകൾ തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ കഴുകണമേ, വിശദീകരിക്കണമേ. എല്ലാറ്റിലും എല്ലാ മതങ്ങളിലും സത്യത്തിൻ്റെ അംശമുണ്ടെന്നും സത്യത്തിൻ്റെ പൂർണ്ണത ദൈവപുത്രനായ യേശുക്രിസ്തുവിലാണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞ് നന്മയായി തന്നെ കണ്ട് സ്നേഹിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.